ഹലോ ഗൈസ്, ഇന്നിപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് വേറെ ആരുമില്ല, ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ പോരാത്തിന് കല്യാണം ആകുമ്പോഴത്തേന് പിന്നെ നമുക്ക് കറങ്ങാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടല്ലോ. പിന്നെ ഒരുങ്ങിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കാതെ അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നേരെ അങ്ങ് ട്രിവാൻഡ്രത്തേക്ക് വിട്ടു കേട്ടോ. പിന്നെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേന് ഫംഗ്ഷനൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇത് നമ്മൾ അക്കുവിൻ്റെ ചെക്കൻ്റെ വീടാണ് കേട്ടോ. ചെക്കൻ്റെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ അരിഞ്ഞാണം കെട്ടിനാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ ചടങ്ങൊക്കെ തുടങ്ങിയത്. കുഞ്ഞിൻ്റെ അച്ഛൻ വന്നിട്ട് അരിഞ്ഞാണമൊക്കെ കെട്ടി. പിന്നെ നമ്മളിവിടെ കൊല്ലത്തെ പോലെയല്ല കേട്ടോ, അവിടെ ഈ ചരട് കെട്ടിനും അവർ പൊങ്കാലയൊക്കെ ഇടാറുണ്ട്. പിന്നെ പെണ്ണിൻ്റെ വീട്ടിലെ കല്യാണ ലെറ്റർ ചെക്കൻ്റെ വീട്ടിൽ കൈമാറുന്നൊരു ചടങ്ങുണ്ട്. അവിടുത്തെ ലെറ്റർ നമുക്ക് നേരത്തെ കൊണ്ട് തന്നിരുന്നു. പിന്നെ നമ്മളെ ലെറ്റർ ഇപ്പോഴാണ് പ്രിൻറ്റ് ചെയ്ത് കിട്ടിയത്. അതുകൊണ്ട് നേരെ കൊണ്ട് ചെന്ന് അച്ഛനും അമ്മയ്ക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് കുറേ നേരം എല്ലാവരും ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സർപ്രൈസായിട്ട് നമ്മളെ കല്യാണ ചെക്കന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബോളിയൊക്കെ കൂട്ടി കിടിലൊരു സദ്യയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കിടില സദ്യയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി ഓടിക്കാനുള്ള മടി കാരണം ഡ്രൈവിംഗ് സീറ്റ് ഞാൻ അക്കുവിന് കൊടുത്തു കേട്ടോ. പിന്നെ 3 പേർക്കും ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട് എത്ര ദൂരേക്ക് പോയാലും വലിയ ബോറൊന്നും തോന്നാറില്ല. മാറി തിരിഞ്ഞ് ഞങ്ങൾ തന്നെ ഓടിച്ചങ്ങ് തീർക്കും. കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിൽ നിന്ന് നേരെ വിട്ടത് പോത്തീസിലോട്ടാണ്. പിന്നെ പൊങ്കലും പെരുന്നാളും എല്ലാം കിടക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഓഫറുകളുണ്ടായിരുന്നു. അവിടെ ചെന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ പല ടൈപ്പ് സാരികൾ എല്ലാം ഒന്ന് ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കാനൊക്കെ നമുക്ക് തോന്നും. പിന്നെ ഒരു കല്യാണം ആകുമ്പോഴത്തേന് പറയണ്ടല്ലോ, നമ്മളെ വീട്ടുകാർക്ക് മാത്രമല്ല നമ്മളെ കസിൻസിന് നമ്മൾ സാരിയെല്ലാം എടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ കുറച്ച് സാരികളൊക്കെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രൈഡൽ സെക്ഷനിലോട്ട് ക്യാമറാസ് ഒന്നും അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് എടുത്ത കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലായിരുന്നു. അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്ന കാര്യം പറയണ്ടല്ലോ. എങ്ങനെയൊക്കെ സമയം പോകുന്നു നമുക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല. എന്തായാലും അച്ഛൻ വരാഞ്ഞത് കാര്യമായി, അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് ഒരുപാട് ചീത്തവിളി കേൾക്കേണ്ട സമയം കഴിഞ്ഞു. ഇഷ്ടപ്പെട്ട ഒരുപാട് സാരികൾ വെച്ച് നോക്കിയും ട്രയൽ ചെയ്ത് നോക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ സമയം പോയിരിക്കുകയല്ലേ. ഒരുപാട് സാരി ഇങ്ങനെ പല കളേഴ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് അതിനകത്ത് നിന്ന് 1-2 സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ അല്ലേ. ഇതെല്ലാം നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ അല്ലല്ലോ കേട്ടോ, നല്ല കളർ ഷെയ്ഡ്സ് ആയിരുന്നു. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ ഫാമിലിക്കായിട്ട് ഒരു 7-8 സാരി എടുക്കണമായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കുമുള്ള സാരിയൊക്കെ നമ്മൾ പെട്ടെന്ന് എടുത്ത് തീർത്തു കേട്ടോ. എല്ലാം കഴിഞ്ഞ് ബില്ലടിക്കാൻ നേരത്താണ് ഈ ഓഫറെല്ലാം ഇവിടെ കണ്ടത്. ഒരു സെറ്റ് സാരിക്ക് ഒരു കോട്ടൺ സാരി എന്ന രീതി കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത്. 675 രൂപയുള്ളൂ കേട്ടോ. പിന്നെ ഇത് 2 അമ്മയുടെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഓഫർ എന്തായാലും വിട്ടുകളഞ്ഞിട്ടില്ല. അവിടുന്ന് പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ബില്ലും കൊടുത്തിട്ട് ഞങ്ങൾ നേരെ വിട്ടത് നമ്മൾ അട്ടക്കുളങ്ങരയിലുള്ള രാമേന്ദ്രയിലോട്ടാണ്. അവിടെ നല്ല ഓഫറുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് പോത്തീസിനെക്കാൾ ഏറ്റവും കൂടുതൽ ഞാൻ വന്നിട്ടുള്ളത് ഈ രാമേന്ദ്രയിലോട്ടാണ് കേട്ടോ. കാരണം അത്രയ്ക്കും ചീപ്പായിട്ട് നമുക്ക് ഇവിടുന്ന് എല്ലാ സാധനങ്ങളും കിട്ടും. പക്ഷേ ഞങ്ങൾ എടുക്കാൻ ചെന്ന സാരി ആണെങ്കിലും സാരി ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഞങ്ങൾ എടുത്തായിരുന്നു. 399 ഒരു കുർത്തി എടുക്കുമ്പോഴത്തേനും ഒരു കുർത്തി ഫ്രീ ആണ്. അതേപോലെ തന്നെ 499 പാൻറ്റും ഷോളും എല്ലാം ഉള്ള കുർത്തി സെറ്റാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ 199 ഒരു ടോപ്പ് എടുക്കുമ്പോഴത്തേന് അതിൻ്റെ കൂടെ നമുക്ക് ലെഗിൻസും എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഫർ എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ടോപ്പ് എടുത്തപ്പോഴത്തേന് ഒരു ടോപ്പ് ഫ്രീ ആണെന്ന് പറഞ്ഞ് 2 ടോപ്പ് മാത്രമാണ് ഞങ്ങൾ എടുത്തുകൊണ്ട് ചെന്നത്. ബില്ലടിക്കാൻ ചെന്നപ്പോഴത്തേനല്ലേ അതിൻ്റെ കൂടെ ലെഗിൻസും ഒരു കുർത്തി സെറ്റും ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞ്. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 600 രൂപ ആവുകയാണെങ്കിൽ നമുക്കൊരു 4 സെറ്റ് സാധനങ്ങളായിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. അത്രയും ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേനാണ് കറക്റ്റ് വിശപ്പറിയാൻ തുടങ്ങി. കുറച്ചൊരു വെള്ളം പോലും കുടിക്കാതെ നമ്മൾ പെണ്ണുങ്ങൾ എത്ര നേരമല്ലേ ഒരു ഷോപ്പിൽ സ്പെൻഡ് ചെയ്യുന്നത്. നല്ല വിശന്ന് കറങ്ങി നിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് ഒരു പിടിയില്ലാണ്ട് ഞങ്ങൾ വാരി വലിച്ച് കഴിച്ചു കേട്ടോ. ഞങ്ങളൊരു ചിക്കൻ ഫ്രൈയും ബീഫ് റോസ്റ്റും ആയിരുന്നു കേട്ടോ വാങ്ങിച്ചത്. ബീഫ് റോസ്റ്റ് ഒരു വകയ്ക്ക് കൊള്ളില്ലായിരുന്നു. അതിൻ്റെ കൂടെ ഒരു പപ്പടം തന്നിട്ടുണ്ടായിരുന്നു. ഈ പൊറോട്ടയുടെ പപ്പടം തരുന്നത് ഞാനങ്ങനെ അധികം കണ്ടിട്ടില്ല. ട്രിവാൻഡ്രത്തൊക്കെ കൊടുക്കുമായിരുന്നു. ഞാൻ കരുതിയത് പപ്പടം ഫ്രീ ആയിട്ട് തരുമെന്നാണ് കേട്ടോ. അവസാനം ബില്ല് വന്നപ്പോഴത്തേന് അതിനും ഒരു 5 രൂപ അവർ എക്സ്ട്രാ വാങ്ങിച്ചായിരുന്നു. പിന്നെ നേരെ വണ്ടി എടുത്ത് അമ്മയുടെ കയ്യിലും കൊടുത്തു. കുറച്ച് സ്പീഡ് കുറവായിരിക്കുന്നേ ഉള്ളൂ, എന്നാലും കിടിലൻ ഡ്രൈവറാണ്. അപ്പോൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് കൊട്ടിയത്ത് ചേട്ടൻ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ ടാറ്റാ.